മുഖ്യമന്ത്രി പിണറായി വിജയൻ ജന്മനാട്ടിലേക്ക് കണ്ണൂരേക്ക് തിരിച്ചിരിക്കുക. ശരിക്കും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ താങ്കളുമായിട്ടൊരു സ്വകാര്യ സംഭാഷണം നടത്തിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. അതായത് പിണറായി വിജയൻ അല്ലാതെ മറ്റാരാണ് CPM-നെ നയിക്കാനായിട്ട് ഉള്ളത്, ഏത് നേതാവാണുള്ളത്, മരുന്നിന് പോലും എടുക്കാൻ പറ്റുന്ന ഒരാളില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ താങ്കൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നരേന്ദ്രമോദിയുടെ 7 അയലത്ത് വെക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അല്ല, ഇതിൻ്റെ പിന്നിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ പല നേതാക്കന്മാരെയൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളും അവർ അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പിണറായി വിജയനൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിൽ 24-26 വയസ്സിലൊക്കെ തന്നെ MLA ആവുകയും അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേൽക്കുകയും അതിനുശേഷം വർഷങ്ങളോളം ഒരു 10, 15, 20 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് മുഴുവൻ അദ്ദേഹം വലിയ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കരുത്തുള്ള ആളുകളുണ്ടാവുക എന്ന് പറയുന്നത് പലപ്പോഴും കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ആണ്. ഞാനന്ന് ഗൗതത്തോട് പറഞ്ഞത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പകുതി പോലും വെക്കാവുന്ന നേതാക്കൾ തന്നെ കേരളത്തിൽ വളരെ കുറവാണെന്നാണ്. ഇപ്പം CPM-നകത്തും അത് കുറവാണ് സത്യത്തിൽ. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത്, ചില ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്, പിണറായി വിജയനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അവിടെ ഭയങ്കര വിജയം ഉണ്ടാകുന്നത്. തെറ്റാണത്. ഇപ്പോഴും നമ്മുടെ സർവേകളിൽ വന്നിട്ടുള്ള 33%, 32% പേര് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തെയാണ്. അതിന് പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത് ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകാനുള്ള അപാരമായിട്ടുള്ള മിടുക്കുണ്ട്, പ്രതിസന്ധികളിൽ കുലുങ്ങാത്തൊരു വ്യക്തിത്വമാണ്. ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അതുകൊണ്ട് താങ്കൾ അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ പകുതി പോലും വെക്കാവുന്ന ഒരു നേതാവിനെ പെട്ടെന്ന് കണ്ടെത്തൽ കുറേ കൂടി ദുഷ്കരമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഗൗതത്തിന് അറിയാത്തൊരു കാര്യം, എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഫേസ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ BJP എത്ര പേരെ മാറി മാറി പരീക്ഷിക്കണേ. കുമ്മനം രാജശേഖരൻ, ശ്രീധരൻ പിള്ള, K. സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗതം ശ്രദ്ധിച്ചു കേട്ടോ, ഒരു ലോക്കലി ഒരു സ്റ്റേറ്റിൽ അവിടെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ലീഡേഴ്സായി മാറാൻ കഴിയുന്ന ആളെ കണ്ടെത്തിയാൽ മാത്രമേ സത്യത്തിൽ ഒരു പാർട്ടിക്ക് ജയിക്കാൻ പറ്റൂ. ഇപ്പം DK ശിവകുമാറും സിദ്ധരാമയ്യ ഉള്ളതുകൊണ്ടാണ് കർണാടക ജയിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയും DK ഉള്ളതുകൊണ്ടാണ്. രണ്ടാമത്തത് ഇപ്പം രേവന്ത് റെഡ്ഡി അവിടെ വന്നതുകൊണ്ടാണ് തെലങ്കാനയിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓരോ സ്ഥലത്തും നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ പഞ്ചാബിൽ നിന്ന് പോയതുകൊണ്ട് ഒറ്റടിക്ക് കോൺഗ്രസ് അവിടെ ഒലിച്ച് ഇല്ലാതായിപ്പോയി. ഇന്നും കേരളത്തിൽ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് കോൺഗ്രസിന് നേടാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ 49% വോട്ട് 2001 നേടിയിൽ നിന്ന് 39 കുറഞ്ഞതിൻ്റെ പ്രശ്നം K. കരുണാകരൻ എന്ന് പറയുന്ന ഒരാൾ DAC ഉണ്ടാക്കുകയും പാർട്ടി വിട്ടു പോയതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും എന്ത് തീരാത്തതുകൊണ്ടാണ്. അപ്പോൾ മിടുക്കരായിട്ടുള്ള നേതാക്കന്മാരുണ്ടാവുക, അവരോട് നമുക്ക് വിയോജിപ്പൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതുപോലെ തന്നെ താങ്കൾ ചോദിച്ച മോദിയെ സംബന്ധിച്ച് ഇത് എല്ലാവർക്കും അറിയാം. ഈവൻ കോൺഗ്രസിൽ ഒരാൾ പോലും തുറന്നു പറയില്ല എന്നല്ലേ. നമുക്കങ്ങനെ കോൺഗ്രസിനോട് ഭയമോ വിധേയത്വമോ. ഞാനൊന്നും കൂടി ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിയും മോദിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോദി ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇവിടെയാണ് നിൽക്കുന്നത്. അത് സത്യമല്ല, അത് യാഥാർത്ഥ്യം അല്ല. ഞാൻ പറയാം, മോദി ഒരു 100 ആണെങ്കിൽ രാഹുൽ ഗാന്ധി നേരത്തെ ഒരു 20-25% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് ഒരു കാര്യം കൂടി പറയാൻ ഗൗതം, രാഹുൽ ഗാന്ധിയുടെ ഒരു എൻ്റയർ ലൈഫ് സ്റ്റൈലൊക്കെ വേറെയാണ്. കാരണം അദ്ദേഹം വളരെ സ്വാധീനമുള്ളൊരു വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ മുതൽ ഈ പറയുന്ന പോലെ മുത്തച്ഛി മുതലുള്ള ആളുകളൊക്കെ തന്നെ പ്രധാനമന്ത്രിമാരായിരുന്ന ഒരു വീട്ടിൽ ജനിച്ച ഒരാളാണ്. അതിൻ്റെ വലിയ സൗകര്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മോദിയോടൊപ്പം നിന്നൊരു സ്ട്രീറ്റ് പൊളിറ്റിക്സിൽ നിന്ന് അടിക്കാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള ഒരാളല്ല അദ്ദേഹം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അത് പതുക്കെ മാറും. അതിപ്പോൾ പലരും പറയുന്നത് എന്താ വെച്ചാൽ, രാഹുൽ ഗാന്ധി ഒരിക്കലും രാഷ്ട്രീയത്തിന് പറ്റിയ ഒരാളല്ല രാഹുൽ ഗാന്ധി. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വന്ന് അദ്ദേഹത്തിന് ഏറ്റവും ആദ്യം ആളുകൾ പപ്പു എന്നൊക്കെ വിളിച്ചിരുന്നു, ഓർക്കുണ്ടാവും നിങ്ങൾ. ഇപ്പം പപ്പു എന്ന് വിളിക്കുന്നില്ല. കാരണം അതിൽ ആ സ്റ്റേച്ചറിൽ നിന്ന് അദ്ദേഹം പുറത്തു കടന്നു. ഇപ്പം ഇന്ത്യയിൽ ജോഡോ യാത്രയും അതിനുശേഷം ശരിക്കും അതുണ്ടെങ്കിൽ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഇരട്ടിയാക്കുകയും 13 കോടി വോട്ടുകളാക്കുകയും സീറ്റുകളുടെ നമ്പർ കൂട്ടുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അത് മാറി. പക്ഷേ രാഹുൽ ഗാന്ധിയിൽ ഇപ്പോഴുള്ള വലിയ പ്രശ്നം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ആരോപണമായി അദ്ദേഹം വന്നു. ഒരു ക്യാമ്പയിൻ നമ്മൾ ഉയർത്തുമ്പോൾ ആ ക്യാമ്പയിൻ ജനങ്ങളെങ്ങനെ എടുക്കുമെന്നും ആ ക്യാമ്പയിൻ എവിടെ കൊണ്ട് കെട്ടണമെന്നും കൃത്യമായിട്ടുള്ള ധാരണ വേണം. നിങ്ങൾ അറിയേണ്ടത്, ഒരു ബിസിനസിന്റെ ബ്രാൻഡിങ് പോലെ തന്നെയാണ് രാഷ്ട്രീയം. ഒരു വ്യത്യാസമില്ല. ബിസിനസ്സിൽ ഒരു ബ്രാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബ്രാൻഡ് ക്യാമ്പയിൻ എവിടെയാണ് കൊണ്ട് കെട്ടേണ്ടത്, അതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടാകേണ്ടത്, എവിടെ വെച്ച് അത് അവസാനിപ്പിക്കണം എന്നുള്ളതിന് പോലും കൃത്യമായിട്ടുള്ള ധാരണ വേണം.
അത്തരത്തിൽ ധാരണ രാഹുൽ ഗാന്ധിക്ക് ഇല്ല. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിക്കും, വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്റ്റുഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തപ്പോൾ വലിയ അഭൂതപൂർവ്വമായിട്ടുള്ള പിന്തുണ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവുകയും മോദിക്ക് വലിയ ഇടിവുണ്ടാവുകയും ചെയ്തു എന്നുള്ളത് മറന്നു പോരുത്. പക്ഷെ ആ മൊമെന്റം നിലനിർത്താൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വലിയ വോട്ട് ചോരി വെബ്സൈറ്റ് ഉണ്ടാകുകയും ആ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അവർ കോൺഗ്രസ്സുകാരാകണമെന്നില്ല, അവരെ ചേർക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ്. ആ ചേർത്തിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് അവിടെ പോയി, നമുക്കറിയില്ല. അപ്പൊ ഇതൊരു കൺസിസ്റ്റന്റ് രാഷ്ട്രീയം ഒരിക്കലും ബിസിനസ് പോലെ തന്നെയാണ്. അതായത് കൊച്ചൗസഫ് ചിറ്റലപ്പള്ളിയുടെ ഒക്കെ ഒരു ബുക്കുണ്ട്. ആ കൊച്ചൗസഫ് ചിറ്റലപ്പള്ളിയുടെ ബുക്കിൽ പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ട്രെഡ്മില്ലിൽ ഓടുന്നത് പോലെയാണ്. അതായത് ഒരിക്കലും നിർത്താത്തൊരു ട്രെഡ്മില്ലിലേക്ക് ഓടാൻ തയ്യാറായിക്കൊണ്ട് വേണം നമ്മൾ ബിസിനസ്സിലേക്ക് കയറാൻ. സത്യം രാഷ്ട്രീയം അതുപോലെ തന്നെയാണ്. ആളുകളൊക്കെ പറയും രാഷ്ട്രീയം ഭയങ്കര സുഖമാണ് എളുപ്പമാണെന്നൊക്കെ പറയാം. അല്ല, നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പറായി നോക്കിക്കോ, നിങ്ങളൊരു കൗൺസിലറായി നോക്കിക്കോ, രാവിലെ 7 മണിക്ക് മുതൽ നിങ്ങളുടെ വീടിന് മുമ്പിൽ ആളുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, റെഡിയായേ പറ്റൂ. രാത്രി 11 മണിയോ 12 മണിയോ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ കേസുണ്ടെങ്കിലും കാര്യം എന്ത് ചെയ്തേ പറ്റൂ, അറ്റൻഡ് ചെയ്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയവും പൊളിറ്റിക്സും ആണ് ഇവിടെ ഇന്ത്യയിലുള്ളത്. ആ പൊളിറ്റിക്സിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള നിരവധി പേരുണ്ട്. ഇപ്പൊ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഇതുപോലെ ആദ്യം കിങ്ങിണിക്കുട്ടനൊക്കെ വിളിച്ച് കളിയായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കില്ല. പക്ഷെ ടൈം എടുത്തു എന്തിനു വേണ്ടി, അതുപോലെ പോളിഷ്ഡായി വരാൻ. അതുപോലെ രാഹുൽ ഗാന്ധിയും കുറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അദ്ദേഹത്തെ ഒരു ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ, സങ്കല്പിക്കാൻ പറ്റുമോ? അല്ല, ഫ്യൂച്ചർ ഇന്ത്യയിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗതം അറിയേണ്ടത്, BJPക്ക് ഇപ്പോഴും ഇന്ത്യയിലുള്ളത് 23 കോടി വോട്ടുകളാണ്. 23 കോടി 13 കോടി വോട്ടുള്ള പാർട്ടി എന്ന് പറയുന്ന ഒരൊറ്റ പാർട്ടിയുള്ളൂ. അതിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ്. ബാക്കി ഒരു പാർട്ടിക്കും അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ 5 കോടി പോലും വോട്ടുള്ള ഒരു പാർട്ടി ഇന്ത്യയിൽ ഇല്ല. അപ്പൊ 10 കോടി ഉണ്ടായിരുന്ന വോട്ടുകൾ 13 കോടിയാക്കി മാറ്റിക്കൊണ്ടാണ് വലിയ നേട്ടം. അത് നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ശക്തനായ നേതാവില്ല. ഇല്ല, തീർച്ചയായിട്ടും അത് സംശയമൊന്നുമില്ല. ആ ശക്തനായ നേതാവായിട്ട് പ്രതിഷ്ഠിക്കാൻ രാഹുൽ ഗാന്ധിയെ പറ്റുന്നില്ല. അല്ല, ശക്തനായ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയെ പ്രതിഷ്ഠിക്കാനോ രാഹുൽ ഗാന്ധി അതുപോലെ ഉയർത്തി കാണിക്കാനോ പറ്റുന്നില്ല എന്നുള്ള വാസ്തവമാണ്. പക്ഷേ കോൺഗ്രസിന്റെ പരമ്പരാഗതമായിട്ടുള്ള ദൗർബല്യം മൂലം വേറൊരു നേതാവും അതിനകത്ത് അങ്ങനെ ഉയർന്നു വരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം കുടുംബാധിപത്യം അത് മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരു നേച്ചർ, ഒരു മെന്റൽ ലോയൽറ്റി എന്ന് പറയുന്നത്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ലോയൽറ്റി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുമാണ് അത് നെഹ്റു കുടുംബത്തോടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വേറൊരാൾ രാജ്യത്തോടല്ല, തീർച്ചയായും അവര് രാജ്യത്ത് കാണുന്നത് കോൺഗ്രസിനെ കൊണ്ട് രാജ്യം രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അല്ല, ലോയൽറ്റി എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തോടാണ്. അല്ല, രാജ്യത്തോടുള്ള ലോയൽറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആ രാജ്യത്തോട് ലോയൽറ്റി ഉള്ളവന് തന്നെ CPM-നോട് ലോയൽറ്റി ആയിക്കൂടെ? ഇപ്പോഴും എന്താണ് കോൺഗ്രസിന്റെ പൊളിറ്റിക്സ്? അതിന്റെ ഒരു ഇപ്പോഴും കൺഫ്യൂഷൻ നിലനിൽക്കുക. എന്താണ് കോൺഗ്രസ് പറയുന്നത്, എന്താണ് അവർ എന്തിനു വേണ്ടിയിട്ടാണ് അവർ നിലനിൽക്കുന്നത്? കാരണം BJPക്ക് പക്ഷെ കൃത്യമായിട്ട് അവർ പറയുന്നത് ഹിന്ദുത്വയാണ്. ഈ സംഗതിയുണ്ട്. ഈ ഒരു ഇതൊരു വലിയ പോഡ്കാസ്റ്റ് ആക്കി മാറ്റേണ്ടതാണ്. എനിക്ക് വലിയ വിഷയം താല്പര്യമുള്ള വിഷയമാണ്. ഗൗതം അറിയേണ്ടത്, ഞാനിത് ഇപ്പോഴേ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതല്ല കേട്ടോ. ഞാൻ കോൺഗ്രസിനെ ഏതാണ്ട് വായിച്ച നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഒരാളാണ്. ഈ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഗൗതമൊക്കെ ഓർക്കേണ്ടതെന്ന് അറിയില്ല, പ്രശാന്ത് കിഷോർ വന്ന് AICCയുടെ സെക്രട്ടറി ആകും എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ KC വേണുഗോപാൽ ഇരിക്കുന്ന സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഇവിടെ ഒരു വാർത്ത പറഞ്ഞിരുന്നു. ഞാൻ അതിൻ്റെ പുറത്ത് വീഡിയോ ചെയ്ത ഒരാളാണ്. ആ വാർത്ത പരക്കാനുള്ള കാരണം ഒരു 5 റൗണ്ടെങ്കിലും പ്രശാന്ത് കിഷോറും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ആളുകളുമായിട്ട് നിരവധി തവണ ചർച്ചകൾ നടത്തിയിരുന്നു. മണിക്കൂറുകളോളം, 3 മണിക്കൂർ 5 മണിക്കൂറൊക്കെ. ഒരു 10 കൊല്ലത്തേക്കുള്ള കംപ്ലീറ്റ് റിവൈവൽ പ്ലാൻ, ഒരു പുനരുജ്ജീവന പദ്ധതി അദ്ദേഹം തയ്യാറാക്കിയതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് സെക്രട്ടറി, അങ്ങനെ അഖിലേന്ത്യാ സെക്രട്ടറി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് മിനിമം ഒരു 50-100 കോടിയൊക്കെ ആയിരിക്കും അന്ന് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള 100-200 കോടി ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കോടികൾ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ ഡ്രോപ്പ് ഔട്ടായി പോയി. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള റിവൈവൽ പ്ലാനിലൂടെ കോൺഗ്രസിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം കോൺഗ്രസിന്റെ വോട്ട് ബേസ് അവിടെ ഉണ്ട്. അതായത് 13 കോടി വോട്ടേഴ്സ് അവിടെ ഉണ്ട്. വേണമെങ്കിൽ ഓരോ സംസ്ഥാനത്തും ഒന്ന് ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഒരു 3, 4, 5 കോടി വോട്ടുകൾ കൂടി അവർക്ക് സമാഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് വളരാൻ പറ്റും. പക്ഷെ ആ സാധ്യത കൃത്യമായി കോൺഗ്രസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രശാന്ത് കിഷോർ ശ്രമിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല. കാരണം കോൺഗ്രസിൽ ഇതൊന്നും നടക്കുക എന്നുള്ളത് ഒരു എളുപ്പമുള്ള പണിയല്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എതിര് നിൽക്കുന്നത് ആരാണെന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തൊട്ട ഓപ്പോസിറ്റ് നിന്നത് ജയപ്രകാശ് നാരായണനാണ്. എന്ന് പറഞ്ഞാൽ എന്തും ചെയ്തും ജയിച്ചേക്കാം എന്ന് ജയപ്രകാശ് നാരായണൻ എന്ത് ചെയ്യില്ല, വിചാരിക്കില്ല. VP സിംഗ് വിചാരിക്കില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ ആരും വിചാരിക്കില്ല. ഈവൻ ഞാൻ പറയുന്നത് ഒരു പരിധിവരെ വാജ്പേയി പോലും അങ്ങനെ വിചാരിക്കില്ല. പക്ഷെ എതിര് നിൽക്കുന്നത് ഇപ്പം അതല്ല. എതിര് നിൽക്കുന്നത് എന്ത് ചെയ്തു,
എന്ത് മര്യാദയില്ലാകേട് ചെയ്ത് പോലും ജയിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവരെന്ത് ചെയ്ത് കൂളായിട്ട് മാറ്റിയത്. സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും ആ കമ്മീഷൻ എടുത്ത് പലവട്ടം നമ്മൾ പറഞ്ഞാണ് ആ കമ്മീഷൻ്റെ എടുത്ത് എന്ത് ചെയ്ത് അവർ അതെല്ലാം മാറ്റിക്കൊണ്ട് മറികടക്കാൻ നിയമം പാസ്സാക്കിയത്. അങ്ങനെ ഏത് വിധേനയും ഞങ്ങൾ അധികാരം പിടിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പുറത്തേക്ക്. അവരോട് മല്ലിടാൻ നിൽക്കുന്ന മമതാ ബാനർജിയെ പോലുള്ള ഒരാളായാലേ പറ്റൂ. കാരണം മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും അധികാരത്തിൻ്റെ പവർ കൊണ്ടും കൂടാതെ ഒരു സ്ട്രീറ്റ് ഫൈറ്റിനും തയ്യാറെടുക്കുന്ന ഒരു പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവിനോ മാത്രമേ BJP എന്ത് ചെയ്യാൻ പറ്റൂ, നേരിടാൻ കഴിയൂ യഥാർത്ഥത്തിൽ. ആ ഒരു ബലഹീനത ഇപ്പോഴും കോൺഗ്രസിനുണ്ട്. അല്ല, അവരുടെ പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്നത്? പൊളിറ്റിക്സ് ഇപ്പോൾ സെക്യുലർ ആണെന്ന് പറയുന്നു, പക്ഷേ അതേസമയം സോഫ്റ്റ് ഹിന്ദുത്വയും അതോടൊപ്പം തന്നെ ഇവർ നിൽക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത്? ഒരു ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു വിഷയം ഉണ്ടല്ലോ. അല്ല, ഐഡിയോളജിക്കലിയും വലിയ പ്രശ്നമുണ്ട്. താങ്കൾ ഗോതം കറക്റ്റായി ചൂണ്ടിക്കാണിച്ചാണ്. ഐഡിയോളജിക്കലിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൽനാഥിനെ പോലെയുള്ള വലിയ നേതാക്കൾ, മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ, മധ്യപ്രദേശ് ഇലക്ഷൻ നയിച്ച ആൾ എന്ത് ചെയ്യുന്നു, അയോധ്യ ക്ഷേത്രത്തിന് വെള്ളി ഇഷ്ടികകൾ കൊടുത്തയക്കുകയും ഞങ്ങളാണ് ഈ ക്ഷേത്രം പണിയാൻ ഏറ്റവും വലിയ താല്പര്യമെടുത്തത് എന്ന ആളുകളോട് പറയുകയും ഉത്തർപ്രദേശിലെ PCC തന്നെ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ചെയ്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് വേരുറച്ചു പോയാൽ പിന്നെ നിലനിൽക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമാകണമെന്ന് തോന്നുന്ന നേതാക്കന്മാരുണ്ട്. അതേസമയം മറ്റ് കേരളം പോലെയുള്ള മറ്റ് നിരവധി സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സ് എടുത്താനുള്ള പ്രശ്നവും ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു വലിയ ഡിലിമ കോൺഗ്രസിനുണ്ട്. അതിന് ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി വരുത്താനോ ആ ക്ലാരിറ്റിയിൽ എങ്ങനെ ഇവരെ നേരിടണമെന്ന് അറിയാനോ ഒന്നുമുള്ള യാതൊരു വിധത്തിലുള്ള കൃത്യതയും യാതൊരു വിധത്തിലുള്ള ഒരു ക്ലാരിറ്റിയും കോൺഗ്രസിനില്ല. അത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അപജയമാണ്. അതുകൊണ്ട് കോൺഗ്രസ് അതിനെല്ലാം മറികടന്നുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പുകൾ എന്ത് ചെയ്യാൻ, വിജയിക്കാൻ. ഒരു സംശയമില്ല. അത് 2029 എന്ത് സംഭവിക്കും? 2029 ഒന്നും സംഭവിക്കില്ല. മോദി തന്നെ അധികാരത്തിൽ വരും. 2029 മോദി വരും. പിന്നെ മോദി അല്ലെങ്കിൽ വേറൊരാൾ BJPയുടെ നേതാവ് അധികാരത്തിലേക്ക്. അത് ചിലപ്പോൾ യോഗിയാകാം, ചിലപ്പോൾ ഈ പറയുന്ന പോലെ അമിത്ഷാ ആകാം. അത്തരം കാര്യങ്ങളിലെ വ്യത്യാസമുള്ളൂ. 240 സീറ്റുകളിലേക്ക് കഴിഞ്ഞവണ ചുരുങ്ങും എന്ന് ഞാൻ പറഞ്ഞിരുന്ന BJP ആണ് 240, 63 സീറ്റുകൾ നേടി ചുരുങ്ങിയതാണ്. പരകാല പ്രഭാകരൻ്റെയൊക്കെ കണക്ക് പ്രകാരം യഥാർത്ഥത്തിൽ ഇപ്പോഴും BJPക്ക് 200 220 സീറ്റുകൾ കിട്ടാനുള്ള മാൻഡേറ്റേ ഉള്ളൂ. പല തട്ടിമറികൾ നടത്തിക്കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പരകാല പ്രഭാകർ ആരാണെന്ന് കൂടി അറിയണം. നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന ധനകാര്യമന്ത്രിയുടെ ഭർത്താവാണ് ഈ പറയുന്നത് കേട്ടോ. അദ്ദേഹം വലിയ എക്കണോമിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം കണക്കുകൾ ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞേക്കണം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും BJPയെ പെട്ടെന്ന് അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് BJP ഏത് അഭ്യാസവും കാണിച്ച് ഇപ്പം തന്നെ 850 സീറ്റുകൾ അവരാക്കിയാൽ അവർ ഈസി ആയിട്ട് അടുത്തവണ അധികാരത്തിൽ വരും. ഇപ്പിനി 850 ആക്കിയില്ലെങ്കിലും ഇത്തവണ നോർത്ത് ഇന്ത്യ പിടിക്കുന്നവർ എന്ത് ചെയ്യും, അധികാരത്തിൽ ഡീലിമിറ്റേഷൻ എന്തായാലും കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവരുടെ പരിപാടി കുറച്ചുകൂടി എളുപ്പമാവും. ഞാൻ ഗൗതം ചോദിച്ചത് 2029 അല്ലേ? ഞാൻ പറയുന്നത് 2029 അല്ല, ഒരു 10 കൊല്ലത്തേക്കെങ്കിലും എന്ത് ചെയ്യണ്ട. പിന്നെ ഇത് നമ്മൾ ഈ സ്റ്റാറ്റിക്കായി ഇതുപോലെ തന്നെ കാര്യങ്ങൾ നിൽക്കുമെന്നൊന്നും വിചാരിച്ചുകളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിനെതിരെ വലിയ ആളുകൾ ഉയർന്നു വരും, വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരാം, പ്രശ്നങ്ങളൊക്കെ വരുന്നു വരാം. ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഐഡിയോളജിക്കൽ ക്ലാരിറ്റി കോൺഗ്രസിന് ഇല്ല എന്നുള്ളത്. ഇവർ പക്ഷേ കൃത്യമായും വ്യക്തമാണ്, ഹിന്ദുത്വമാണ് നമ്മുടെ പൊളിറ്റിക്സ്. ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ശരിക്കും പറഞ്ഞാൽ BJPക്ക് അടക്കം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. കാരണം 1980 വരെ BJP പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊന്നുമല്ല. അതൊക്കെ വലിയൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഈ ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയൊക്കെ അവർക്ക് ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ അവരത് പ്രയോഗിക്കുന്നുള്ളൂ, ചില സ്ഥലങ്ങളിൽ അവരത് എന്ത് ചെയ്യില്ല, കർശനമായി പ്രയോഗിക്കില്ല. കാരണം ഇന്ത്യ പോലെ അത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള രാജ്യത്തിൽ ചില തന്ത്രപരമായിട്ടുള്ള നിലപാടുകൾ എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഇവർ തകർത്ത് കളഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇവർ ഉഴുതുപറിച്ച് വളമിട്ട് വളർത്തിയിട്ടുള്ള നെൽക്കതിരുകൾ കൊയ്യാൻ നിൽക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം ഇപ്പം നാളെ ഗൗതം വിചാരിക്കണം അയോധ്യ ക്ഷേത്രം വരണമെന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസിയാണ് ഗൗതം വിചാരിക്കും. അയോധ്യ ക്ഷേത്രം കൊണ്ടുവന്ന BJP ആണെന്ന് പറയുമ്പോൾ ഒരു സ്നേഹം ഉണ്ടാവും. പക്ഷേ രണ്ടാമത് ആം ആദ്മി പാർട്ടി വന്നിട്ട് പറയുന്നതെന്നറിയോ, നിങ്ങൾക്ക് 60 വയസ്സായില്ലേ, ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ചെലവിൽ നിങ്ങൾ അയോധ്യ കൊണ്ടേ കാണിക്കാന്നാണ്. പിന്നെ അത് ആരോടൊപ്പം നിൽക്കും, ക്ഷേത്രം കൊണ്ട് കാണിച്ചവന്റെ ഒപ്പം നിൽക്കും. അല്ല, അത് മാത്രമല്ല ലക്ഷ്മിയും ദുർഗനെയും അതുപോലെ ഞാൻ പറയണത് ഈ പറയുന്ന കുറെ കൂടി വലിയ ഹിന്ദുത്വ പയറ്റാനുള്ള ശ്രമം ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് അടിയിൽ കോൺഗ്രസ് ഇപ്പോഴും ഇതിന്റെ നടുക്കാണ്. അതായത് ഹിന്ദുത്വയിലേക്ക് പോകണോ അതോ ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യണോ പന്നോ. ഇപ്പൊ നാളെ അല്ല, അതിന്റെ എതിരായിട്ടുള്ള നിലപാട് സ്ട്രോങ് ആയിട്ട് സ്വീകരിക്കണോ അതോ ഈ പറഞ്ഞ പോലെ അതിനോട് അടുത്ത് നിൽക്കണോ എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. പിന്നെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ 10-25-30 കൊല്ലമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇടത്തരം നേതാക്കന്മാരൊന്നും കേട്ടിട്ടില്ല.
കാരണം ഇതിനകത്ത് ആകെ ഉള്ളത് എങ്ങനെ അധികാരം കിട്ടും, അതിനകത്ത് എന്ത് ചെയ്യാം, പിടിക്കാമെന്നുള്ളത് മാത്രം. അല്ലാതെ കോൺഗ്രസിന് ഏതെങ്കിലും പഠന ക്ലാസ്സുകളോ ശിബിരമോ എന്തെങ്കിലും നടന്നതായിട്ട് നമുക്ക് ഓർമ്മയില്ല. പിന്നെ നടന്ന ശിബിരങ്ങളിലേക്ക് കഥ ഞാനിവിടെ പറയുന്നില്ല. യൂത്ത് കോൺഗ്രസിനെയും ബാക്കിയുള്ളതിനൊക്കെ ചില ശിബിരങ്ങളൊക്കെ നടന്നു. അവിടെയൊക്കെ വലിയ ആരോപണങ്ങളാണ് ഇപ്പൊ ഉണ്ടായത്. CPM-കാരിലായിക്കോട്ടെ, RSS-കാരിലായിക്കോട്ടെ, BJP ഇവരിലൊക്കെ ഇവരുടെ ഐഡിയോളജി അത് ഭയങ്കരമായിട്ട് ശക്തമാണ്. ഇപ്പം പല സ്ഥലങ്ങളിലും പക്ഷെ ബൂത്ത് ലെവലിൽ പോലും കോൺഗ്രസ് പ്രവർത്തകരില്ല, അവർക്കൊരു ആവേശമില്ല. അല്ല, അതിലൊരു തെറ്റിദ്ധാരണയുണ്ട് ഗോത്രി. ഈ ഐഡിയോളജി കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുമാണ് ക്ലാരിറ്റി കുറവല്ല ഉള്ളത്. ഇന്ത്യയിൽ ഇപ്പോഴും BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുകയും വൈകാരികമായി പഴയ കോൺഗ്രസ് നേതൃത്വത്തോട് അടുപ്പം പുലർത്തുകയും ചെയ്യുന്ന 13 കോടി ജനങ്ങൾ ഇവിടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോഴും അവർ വോട്ട് ചെയ്യുന്നുണ്ട്. ആ ജനങ്ങളുടെ വിശ്വാസം ഇപ്പോഴും പരിപൂർണമായിട്ട് പോയിട്ടില്ല. പക്ഷെ കോൺഗ്രസ് ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസം കൂടി കളയാനാണ്. അതെങ്ങനെയാണ് ശ്രമിക്കുന്നത്? പക്ഷെ അത് അല്ല, ശ്രമിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ആ വിശ്വാസം കളയാൻ ശ്രമിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയാതെ, നടപടിയെടുക്കാതെ, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ തന്നെ കൺഫ്യൂഷനിലാക്കാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രവർത്തക സമിതിയൊക്കെ ആയിട്ടുള്ള ശശി തരൂർ ഒരു അഭിപ്രായം പറയുന്നു, രാഹുൽ ഗാന്ധി ഒരു അഭിപ്രായം പറയുന്നു, മറ്റേ പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞാൽ അവർ കൺഫ്യൂഷനിലാവും. അല്ല, BJP ഇപ്പോൾ അഴിച്ചുവിടുന്ന ഒരു വലിയ നെറേറ്റീവ് ഉണ്ട്. കോൺഗ്രസ് നിൽക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇതിനെ നേരിടാനായിട്ട് ഇവർക്ക് കൃത്യമായിട്ട് പറ്റുന്നില്ല. ഇത് കുറേ പേര് അത് കാണുക ചെയ്യുന്നുണ്ട്, അത് കുറേ പേരിലേക്ക് എത്തുന്നുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ശരിക്കും കോൺഗ്രസ് ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? അപ്പം പറയാനായിട്ട് ഇവർക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞില്ല. വളരെ ലളിതമാണ് കാര്യം. കോൺഗ്രസ്സിന് ചീത്ത പറയുകയോ കോൺഗ്രസ്സിന് പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഒരു കോൺഗ്രസ് നേതാവിനും പൊള്ളുന്നില്ല. പകരം അതിൻ്റെ അകത്തുള്ള ഇൻഫൈറ്റ് തന്നെ തീർക്കാൻ അവർക്ക് സമയമില്ല. ഗൗതം അറിയേണ്ടത്, ഞാനും ഗൗതവും തമ്മിൽ ഒരേ വീട്ടിൽ താമസിക്കുകയാണ്. ഞാനും ഗൗതവും തമ്മിൽ നിരന്തരം ഇടിയാണ്. നമ്മളിൽ ആരും ജയിക്കണം, ആർക്ക് അധികാരം കിട്ടണമെന്ന് പറഞ്ഞ് ഇടിയാണെങ്കിൽ പിന്നെ നമ്മൾ അയൽവക്കക്കാരൻ്റെ കുറ്റം പറയാൻ നിൽക്കും. അതിന് സമയം ഉണ്ടാവില്ല. അയൽവക്കക്കാരൻ നമ്മളെക്കുറിച്ച് പല കുറ്റവും പറയുന്നുണ്ട്, പക്ഷെ അതിനൊന്നും ക്ലാരിറ്റി കൊടുക്കാനുള്ള സമയം ഇവർക്ക് ഉണ്ടാവില്ല. ഗൗതം ഒരു കാര്യം മനസ്സിലായിക്കോ, ഇന്ത്യയിലുള്ള മഹാഭൂരിപക്ഷ സ്റ്റേറ്റുകളിലും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംഘടനാ ചുമതലകൾക്ക് യാതൊരു വിലയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആ പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയം മനസ്സിലാക്കണമെന്നുള്ള ഒറ്റ കാര്യം, ചുമതലകൾക്ക് വിലയില്ല. അതായത് നിങ്ങളൊരു ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും, ഒക്കെ വിലയുണ്ട്, പക്ഷെ ജില്ലാ പ്രസിഡന്റ് ആയതിനേക്കാൾ കൂടുതൽ വിലയാണ് എന്ന് അവിടെ ഒരു മേയർ ആവുകയോ MLA ആവുകയോ ചെയ്താൽ. മനസ്സിലായോ? ഇപ്പൊ കുറച്ച് ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യാനുള്ളതുകൊണ്ടാണ് ആളുകൾ ഇരിക്കുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പീക്ക് പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പാർട്ടിയുടെ അപജയത്തിന്റെ പീക്ക് പോയിന്റ്. അതായത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അശോക് ഗെഹ്ലോട്ടിനോട് കോൺഗ്രസ് നേതൃത്വം അഖിലേന്ത്യാ പ്രസിഡന്റ് ആകാൻ പറഞ്ഞു. ഏത് ഒരു പാർട്ടിയുടെ കിട്ടാവുന്നതിൽ വെച്ചുള്ള ഏറ്റവും വലിയ പോസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കാന്ന് പറഞ്ഞു. പുള്ളി നിർബന്ധിച്ചു, പറ്റില്ലെന്ന് പറഞ്ഞു, നിർബന്ധിച്ചു, എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. പുള്ളി വന്നിട്ട് പുള്ളി തന്നെ പുള്ളിയുടെ കീഴിലുള്ള 90 MLA കൊണ്ട് അവിടെ രാജിവെപ്പിക്കും. ആരല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ട്, അല്ലെങ്കിൽ സച്ചിൻ പൈലറ്റിന് കൊടുത്ത് ഞങ്ങളെല്ലാം രാജിവെക്കും, അശോക് ഗെഹ്ലോട്ടിനെ തിരിച്ചുകൊണ്ടു വന്നു. ലാസ്റ്റ് കോൺഗ്രസ് തിരിച്ച് പറഞ്ഞേക്കേണ്ടി വന്നു. അതായത് ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, എന്തായാലും വേറെ മറ്റേ ഇന്റർനാഷണൽ പ്രസിഡന്റ് സ്ഥാനം ഇല്ലല്ലോ പാർട്ടിക്ക്, ഏറ്റവും വലിയ സ്ഥാനം, അത് ഏറ്റെടുക്കാൻ പോലും ആളില്ല. അതായത് അതിന് പോലും വിലയില്ല. പകരം ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിക്കൊള്ളാം. അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചോളം പാർട്ടിയിലെ സംഘടനാ കാര്യങ്ങൾ ചുമതലകൾക്കൊന്നും അവർക്ക് താല്പര്യമില്ല. ഇനി താല്പര്യമുണ്ടെങ്കിൽ ഗൗതം നോക്കിക്കോ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആളുകൾക്ക് താല്പര്യമുണ്ട് കേരളത്തിൽ. എന്താ കാര്യം എന്നറിയോ? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പായും ഒരു MLA സീറ്റ് നിങ്ങൾക്ക് കിട്ടും, മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടും. അതിനുവേണ്ടി കടിപിടി കൂടണ്ട. അതുപോലെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് താല്പര്യം ഉള്ളൂ. ഇല്ലെങ്കിൽ കുറച്ചുകൂടി വിഭവ സമാഹരണം ചില്ലറയൊക്കെ തടയുന്ന INTUCയുടെ പോലെയുള്ള പോസ്റ്റുകളായിരിക്കണം. അതിലും ആൾക്കാരുണ്ട്. അല്ലാതെ ഇത്തരത്തിൽ സംഘടനയിൽ നിന്ന് അവിടെ ഒരു വൈസ് പ്രസിഡൻ്റായിട്ടോ ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡൻ്റായിട്ടോ ഇത് വളർത്താമെന്ന് വിചാരിക്കുന്നവരില്ല. അവർ ഈ കേരളത്തിലുള്ള ആളുകളെ തന്നെ നോക്കും. അവരാരോടെങ്കിലും പുറത്തുള്ള ഓപ്പോസിറ്റുള്ള ഒരു രാഷ്ട്രീയത്തെ എതിർക്കാൻ ഒരു പബ്ലിക്കിൽ നിന്ന് 10 പേരോട് ഒരു വായനശാല എന്ന് പോലും ഒരു വർത്തമാനം പറയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അധികാരം കേന്ദ്രീകരിക്കുന്നത് മാത്രമായി ഈ പാർട്ടി നിന്നുപോയി. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതാണ് ശരിക്കും പ്രശാന്ത് കിഷോർ കൊടുത്തിട്ടുള്ള പാട്ട്, ഈ പാർട്ടി ഒരു സെമി കേഡർ സംവിധാനമെങ്കിലും ആക്കി റിവൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഈ അപ്പോഴും പക്ഷേ കോൺഗ്രസിൻ്റെ ബലം എന്താണെന്ന് വെച്ചാൽ ഈ സംഘടനയിലെയോ ഈ ലോക്കൽ നേതാക്കന്മാരെയോ ഒന്നും നോക്കാതെ പണ്ട് മുതലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന ഒരു പാർട്ടിയല്ലേ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ ഈ പാർട്ടിയെ കാണുന്ന 13 കോടിയോളം ആളുകൾ ഇപ്പോഴും ഈ നാട്ടിൽ ഉണ്ട്. ഞാൻ റിട്ടേൺ ആദ്യത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, മെയ് 4-ാം തീയതിക്ക് ശേഷം രാജ്യത്ത് തന്നെ ഇല്ലാത്ത, ഭരണത്തിലില്ലാത്തൊരു പാർട്ടിയായിട്ട് ഒരുപക്ഷെ CPM മാറിത്തീരാം. പിണറായി വിജയൻ്റെ മരുന്നിന് പോലും എടുക്കാൻ പറ്റാത്ത ഒരു നേതാവ് ഇല്ലാത്തൊരു പാർട്ടി
പിന്നീടുള്ള വർഷങ്ങളിൽ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റുമോ? വലിയ പ്രതിസന്ധിയല്ലേ നേരിടുന്നത്? അധികാരത്തിൽ വരാൻ പറ്റും. അതോർത്ത് നമ്മൾ ഒരിക്കലും അറിയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഏക ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു പകുതിയോളമെങ്കിലും ചിലപ്പോൾ ഈ പാർട്ടിയെ ചുമലിലേറ്റാൻ വന്ന ഒരു നേതാവ് ഉണ്ടാകാൻ കുറച്ചുകൂടി ടൈം എടുക്കും. അത് അത്തരത്തിൽ ഇവോൾവ് ചെയ്ത് വരും. പക്ഷേ ഇവോൾവ് ചെയ്ത് വരാനായിട്ട് കുറച്ചുകൂടി ടൈം എടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ അധികാരത്തിൽ വരും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസും UDF-ഉം ഭരിക്കുന്നു എന്നുള്ളതോടെ അധികാരത്തിൽ വരും. പറഞ്ഞു മനസ്സിലായി? അതായത് ഇപ്പോൾ ജയശങ്കർ സാർ തന്നെ കഴിഞ്ഞ ദിവസം പറ്റിയ ഒരു ചാനലിൽ നിന്ന് പറഞ്ഞ കാര്യം കറക്റ്റാണ്. അല്ല, ജയശങ്കർ സാർ തന്നെ വേറൊരു പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിണറായിയുടെ ഭരണം തന്നെ ആയിരുന്നോ നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഓക്കെ, അദ്ദേഹത്തിന് ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റീച്ച് കിട്ടുമെന്ന് മാത്രം. ഇതാണ് സത്യം. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളത് CPM-ഓ LDF-ഓ പരിപൂർണരാണ് എന്നുള്ളത് കൊണ്ടല്ല അവർ അധികാരത്തിൽ വരണമെന്ന് പറയുന്നത്. അവരധികാരത്തിൽ വരണമെന്ന് പറയുന്നത് തമ്മിൽ ഭേദമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ LDF ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യവും അത് തന്നെയാണ്. ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടാണ്. LDF അല്ലാതെ മറ്റാര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അത്രയെങ്കിലും നല്ല വേറെ ആരെന്തുണ്ട് കേട്ടതാണ്. അപ്പോൾ അതാണ് ജയശങ്കർ സാർ പറഞ്ഞത്. ഒരൊറ്റ വാചകമാണ്. അതായത് 5 കൊല്ലം കഴിഞ്ഞ് ഞാനും ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള പാനലിസ്റ്റുകളും അതുപോലെ PG മക്കളോട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പറയും പുള്ളിക്ക് ഇത്തിരി ധിക്കാരം ഉണ്ടെന്നേ ഉള്ളൂ, ഇത്തിരി ധാർഷ്ട്യം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ എങ്കിൽ പോലും അയാളുടെ ഭരണം അത്ര മികച്ചതായിരുന്നു എന്ന് തോന്നിക്കുന്ന ലെവലിലുള്ള ഒരു വൻ പെർഫോമൻസ് ആയിരിക്കും എന്നത് UDF-ന്റെ മന്ത്രിസഭ ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇനി ഗൗതത്തിനോട് ഒരു ചെറിയ എക്സാമ്പിൾ കൂടി പറയാം. ഗൗതത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം തന്നെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഗൗതം? വയനാട് വീട് വെക്കാനുള്ള ഒരു കല്ല, ഒരു ചരലിൻ്റെ ഒരു സ്പൂൺ ചരലെങ്കിലും ഇവിടെ തവിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങളും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ് അധികാരത്തിലെത്തിയാലും 5 കൊല്ലം കഴിയുമ്പോൾ പേടിക്കാനില്ല. പിണറായി പോലെ ഒരാൾ നയിക്കാനില്ലെങ്കിൽ പോലും LDF-ന് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തി. എന്തായാലും ജനങ്ങൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം തന്നെയായിരിക്കും മെയ് 4-ാം തീയതി റിഫ്ലക്ട് ചെയ്യുക. അല്ല, അതൊക്കെ എനിക്കറിയില്ല. എനിക്ക് തോന്നണത് തിരിച്ചാണ്. പക്ഷെ എങ്കിൽ പോലും ഓക്കെ, അത് ഗൗതത്തിൻ്റെയും മഹാഭൂരിപക്ഷത്തിൻ്റെയും റീഡിങ് അതാണ്. ഞാൻ കുറച്ചുകൂടി മൈക്രോ ലെവലിൽ കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. സർവേകളെല്ലാം പറയുന്നു നോക്കുന്നത് ഏതാണ്ട് ഞാൻ പറഞ്ഞതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞേക്കണം. പക്ഷെ എങ്കിൽ പോലും ഒരു കാര്യമുണ്ട്, ടൈറ്റായിട്ടുള്ളൊരു ഫൈറ്റ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. വളരെ നേരിയ മാർജിനിൽ 1-2 ലക്ഷം വോട്ടുകൾക്കോ 3 ലക്ഷം വോട്ടുകൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അധികാരത്തിലേക്ക് വരിക. ഇനി ഇതല്ലാതെ വേറൊരു സെനാറിയോ കൂടി സംഭവിക്കട്ടെ, ഒരു സംശയമില്ലായിരിക്കും ആ കാര്യത്തിൽ, പറയണതിനും മടിയില്ല. അതെന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ അതിഭീകരമായി സാധാരണ ഒരു 50-60% ഒക്കെ ഉണ്ടാവുള്ളൂ. ആ 50-60% അപ്പുറത്തേക്കുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 70-80% ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് മാത്രം കേരളത്തിൽ 38% വോട്ടാവും. 46% വോട്ടുണ്ടല്ലോ ഇവർ രണ്ടുപേരും കൂടി അത് തന്നെ 38% ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൺസോൾട്ടേഷൻ ഉണ്ടായാൽ പിന്നെ ഒരു 7% വോട്ട് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ തരംഗം കേരളം മുഴുവൻ ആഞ്ഞടിക്കും. അതുകൊണ്ട് അതിന് സംശയമൊന്നുമില്ല. ഞാൻ അവസാനം നിർത്തുമ്പോൾ ഒരു കാര്യം ചോദിക്കാം. മോദിയെ വെറുക്കുന്ന ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയെ അംഗീകരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആ ഒരു നിലയിലേക്ക് എത്തിച്ചേരാനായിട്ട് എന്താ ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധി ആ നിലയിലേക്ക് എത്തിച്ചേരാൻ ആദ്യം ഒരൊറ്റ കാര്യം അദ്ദേഹം ചെയ്യണം. കാരണം ഏറ്റെടുക്കുന്ന പദ്ധതികൾ, പരിപാടികൾ അത് കൃത്യമായിട്ട് അങ്ങേ അറ്റം വരെ, അതായത് കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യണം? പെർസ്വറൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ബിസിനസ് രാഷ്ട്രീയത്തിലൊക്കെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി അദ്ദേഹം കീപ്പ് ചെയ്യണം. ആ കീപ്പ് ചെയ്യുക കൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് കീപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പോയി ഇടപെടേണ്ടി വരുന്നതോടുകൂടിയാണ്. അതിന് പകരം വളരെ എബിലിറ്റിയുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീമിനെ അദ്ദേഹം കൃത്യമായി ബിൽഡ് ചെയ്തേ പറ്റൂ. ആ ബിൽഡ് ചെയ്യാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടുണ്ടില്ലെന്നൊന്നുമില്ല. ഗൗതമൊക്കെ ഒരിക്കലും ഓർക്കുണ്ടാവും, ഈ ചാലക്കുടിയിൽ ഒരു പയ്യൻ വന്ന് മത്സരിച്ചു. കാരണം രാഹുൽ ഗാന്ധി ഇതുപോലെ എഴുത്ത് പരീക്ഷ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയ ആളുകളെ തിരഞ്ഞെടുത്തതാണ്. അതുപോലെ വന്നതാണ് നമ്മുടെ ലിജു ഒക്കെ. അതുപോലെ എന്ത് ചെയ്താണ്, ലിജു കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ അതുപോലെ കയറി വന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് VD സതീശനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൂടെ വൈസ് പ്രസിഡന്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എഫേർട്ടുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ കുറേ കൂടി കൃത്യമായ ഒരു ടീമിനെ അദ്ദേഹം ബിൽഡ് ചെയ്യുകയാണ് അടുത്ത 1 കൊല്ലം കൊണ്ട് ചെയ്യേണ്ടത്. അത് 2027 മുമ്പ് അദ്ദേഹം പരിപൂർണമായി ചെയ്യുകയും അതിഗംഭീരമായി 2027 മുതൽ 2 കൊല്ലത്തേക്ക് ഇലക്ഷൻ്റെ സ്ട്രാറ്റജികൾ തീരുമാനിക്കുകയും ചെയ്യണം. ഞാൻ ഒറ്റ കാര്യം പറയാം, മമതാ ബാനർജി 1.5 കൊല്ലം മുമ്പ് 2019 പകുതിയോടുകൂടി ഐപാക്കിനെ അവിടെ കൊണ്ടുവരികയും പ്രശാന്ത് കിഷോറിനെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തിട്ട് ഇന്ന് വരെ ഐപാക്കിൻ്റെ ടീമിനോടൊന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലവും, അതായത് അധികാരത്തിലിരിക്കുന്ന 5 കൊല്ലവും ഈ പറയുന്ന 2026 വേണ്ടി മമതാ ബാനർജി വർക്ക് ചെയ്യരുത്. അതേപോലെയുള്ള വർക്ക് നടത്തിയാൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയും. പക്ഷെ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, ഇടക്ക് മറ്റേ വേറെ സ്ഥലത്തേക്കും ബാക്കിയുള്ള സ്ഥലത്തേക്കും ഒന്നും പോകാതെ
കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റൻ്റ് ആയി നിന്ന് വർക്ക് ചെയ്യണം. അത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പോലും ഇവിടെ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അതിമിടുക്കന്മാരുടെ ടീമിനെ. എത്രയോ കോൺഗ്രസ് പ്രവർത്തകരും ലീഗുകാരും പോലും പറയുന്നുണ്ട് നെഹ്റു കുടുംബമാണ് UDF തകർത്തത്. അപ്പോൾ അതും കൂടി മാറണ്ടേ, ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയും വേണ്ടേ? നമ്മൾ ഇപ്പോൾ സ്വപ്നം കാണുമ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് രാവിലെ പോയി അമ്പിളിയമ്മാവനെ പിടിച്ചിട്ട് വരുന്ന സ്വപ്നം കാണാം. അതൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് വേറെ ആരെങ്കിലും വന്ന് ഈ കമാൻഡിങ് പവർ പോലും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ മറ്റേ ഇദ്ദേഹത്തെ പിടിച്ച് തന്നെ ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കിയിട്ട് അദ്ദേഹം പറയുന്ന എല്ലാവരും കേൾക്കും. ഇതൊന്നും കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യമില്ല. കോൺഗ്രസിനകത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന വാക്കായി രാഹുൽ ഗാന്ധി നിന്നാൽ പിന്നെയും, കാരണം വലിയൊരു പൊതുജനം അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അതായത് ഈ അടിത്തട്ടിൽ വോട്ട് ചെയ്യുന്ന 10 കോടി ജനങ്ങളിൽ ഏതാണ്ട് 7 കോടി പേരും അദ്ദേഹത്തെ വലിയ നേതാവായി കാണുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ 13 കോടിയിൽ 10 കോടി ആളുകളും അങ്ങനെ കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും നേതാവ് വിട്ടുപോയാലും ഈ കോൺഗ്രസ് ശരിക്കും തോന്നുന്നത് ഈ പ്രിയങ്കയ്ക്ക് എന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അല്ല, പ്രിയങ്ക സത്യത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ, ഒരു ഇന്ദിരാഗാന്ധിയോടുള്ള ഒരു സിമിലാരിറ്റി തോന്നുകൊണ്ടാണ്. പിന്നെ ഗൗതത്തിനൊക്കെ അറിയാത്തൊരു കാര്യം, ഈ മന്ത്രിമാർ, മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്ന കൂടിയാണ്. ഇപ്പം ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ കരുത്തായിട്ടുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൈം മിനിസ്റ്ററായിട്ടല്ല അറിയപ്പെട്ടത്. അവരെ യഥാർത്ഥത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത് ഭൂങ്കി കുടിയാന്നാണ്. അതായത് ഏറ്റവും ആദ്യം മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ മന്ത്രിയായിരുന്നു അവർ. സൈഡിൽ കൂടി പോകുമ്പോൾ പോലും ആരോടും മിണ്ടാതെ വളരെ ഇൻട്രോവേർട്ടായി അറിയപ്പെട്ടിരുന്ന ഭൂങ്കി കുടിയാന്നൊക്കെ വിളിച്ച് പാവയെന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അതങ്ങനെ ഇവോൾവ് ചെയ്ത് വരും. അതുപോലെ രാഹുൽ ഗാന്ധി വരും. അല്ല, നിങ്ങൾക്ക് രാജ്യത്തിന്റെ ഒരു അധികാരം ഒരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിന് കേവലം ഇന്ദിരാഗാന്ധിയുടെ ഒരു സിമിലാരിറ്റി മാത്രം മതിയോ? അല്ല, അതൊക്കെ ഞാൻ പറയുന്നത് അതൊക്കെ കൊണ്ടാണല്ലോ ജനം എന്ത് ചെയ്യുന്നത്, അതിന്റെ പുറകേക്ക് ഒരു തരൂരിനെ പോലെ വിവരമുള്ള ആള് എവിടെയുമില്ല. അല്ല, ഇതിൽ പല കാര്യം ഞാൻ പറയണത്, ഇപ്പം നമ്മൾ ഒരുപാട് നീണ്ടു. ഇപ്പം രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ അത്തരത്തിൽ ഇവോൾവ് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. അതിന് കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും. ആ ടൈം എടുക്കുന്നത് വരെയുള്ള അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടും? ഉറപ്പായിട്ടും ഇവർക്ക് കിട്ടും. അപ്പോൾ അതിപ്പോൾ നമ്മളൊക്കെ മമതാ ബാനർജിയെ പോലെ ജയപ്രകാശ് നാരായണൻ കൽക്കട്ടയിലേക്ക് വരുമ്പോൾ അന്ന് ഏറ്റവും വലിയ നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവായി മാറുക എന്ന് പറയുന്ന ഒരു ഫയർ ബ്രാൻഡൊന്നും ചിലപ്പോൾ അവർക്കാകാൻ പെട്ടെന്ന് കഴിയണം എന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി ടൈം എടുക്കും, പക്ഷെ വരും.